വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണം വരാറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 2 ഓണം ലുക്ക് വീഡിയോ ചെയ്യാന്നുള്ളത്. ഓണം ലുക്ക് ഇൻ ദ സെൻസ് ഓണം ഫാഷൻ വീഡിയോ ചെയ്യാന്നുള്ളത്. അതായത് ഞാൻ ഈ പ്രാവശ്യം ഓണത്തിന് അങ്ങനെ പുതിയ ഡ്രസ്സുകൾ അങ്ങനെ ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പം എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് വെച്ചിട്ട് ഞാനൊരു ഓണം ഡ്രസ്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ. അപ്പം ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അപ്പോൾ ഞാൻ ഓരോ ഡ്രസ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ധാവണിയാണ്. നമുക്ക് പട്ടുപാവാടയും ബ്ലൗസ് ആയിട്ടും ധാവണിയായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ വാർഡ്രോബിൽ മസ്റ്റ് ആയിട്ട് വേണ്ടൊരു ഐറ്റമാണ് ഇതേപോലത്തെ ഒരു സ്കേർട്ട് കേട്ടോ. അതായത് ഫുൾ ഫ്ലെയർ ആയിട്ടുള്ളതോ അംബ്രല്ല സ്കേർട്ട്, ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളർ ഒരു സ്കേർട്ട് മസ്റ്റ് ആണ്. അത് സിൽവർ ബോർഡർ ആയാലും ഗോൾഡൻ ബോർഡർ ആയാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന ഒരു സിൽവർ ബോർഡർ ഉള്ള കഴിഞ്ഞതിന്റെ 2 വർഷം മുമ്പുള്ള എൻ്റെ വിഷുവിന്റെ ഒരു സ്കേർട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ ഞാനൊരു ഓഫ് വൈറ്റ് സിൽവർ ഒരു കസവും കൂടെ വന്നിട്ടുള്ള ഒരു ബ്ലൗസ് വെച്ചിട്ടാണ് ഞാൻ പെയർ ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു സാരി വന്നിട്ട് ഈ പ്രാവശ്യത്തെ ഓണം ഫോട്ടോഷൂട്ടിന് ചെയ്ത ഒരു സെറ്റ് മുണ്ടാണ്. അപ്പൊ അതിന്റെ ആ മുകളിലത്തെ ഭാഗം വെച്ചിട്ടാട്ടോ ഞാൻ ഈ ഒരു കംപ്ലീറ്റ് ലുക്ക് ചെയ്തേക്കുന്നത്. അപ്പം അതില് ഈ ഒരു സ്കേർട്ടിൽ ഓൾറെഡി റെഡ് ആപ്ലിക് വർക്ക് ചെയ്തേക്കുന്ന കാരണം ഞാൻ വിചാരിച്ചു ഈ ഒരു റെഡ് ബോർഡർ സെറ്റിന്റെ ആ ഒരു സെറ്റ് മുണ്ടിന്റെ മുകളിലത്തെ ഭാഗം കിട്ടുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് വരുമല്ലോ. പിന്നെ ഞാൻ ഇതിൽ സിൽവർ ഓക്സിഡൈസ് ജ്വല്ലറി ആട്ടോ കൊടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു റെഡിന്റെ മാല അല്ലെങ്കിൽ പേള് ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ്ലി ഒരു സിൽവർ കളർ ആയതുകൊണ്ട്, അതായത് ബ്ലൗസിന് സിൽവർ വന്നിട്ടുണ്ട്, പിന്നെ സിൽവർ ടിഷ്യൂ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു സിൽവർ ഓർണമെന്റ്സ്, കംപ്ലീറ്റ് ഒരു ഓക്സിഡൈസ്ഡ് ഓർണമെന്റ്സ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ലുക്ക്. അപ്പൊ എന്തായാലും എൻ്റെ ഫസ്റ്റ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊന്ന് കണ്ടിട്ടോ. ഇതാണ് എൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് കേട്ടോ. ഇത് നമ്മളുടെ നേരത്തെ കാണിച്ച സെയിം സ്കേർട്ട് തന്നെയാണ്. ആ സ്കേർട്ടിൻ്റെ ഒപ്പം ഞാനിത് സ്വെറ്റ് ടീഷർട്ടും കൂടെ വെച്ച് പെയർ ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പൊതുവേ നമ്മൾ ഈ പട്ട് പാവാടയുടെ ഒപ്പം പട്ടുള്ള ബ്ലൗസ് അങ്ങനത്തെയൊക്കെ അല്ലേ പെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റൈൽ കണ്ടിട്ട് ഞാൻ സ്വെറ്റ് ടീഷർട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളർ ഏത് ടീഷർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാം കേട്ടോ. സ്ലീവ്ലെസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതായതുകൊണ്ടാണ് ഞാനത് പെയർ ചെയ്തത്. പിന്നെ ഇത് ഹൈനെക്കാണ്. ഹൈനെക്കിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു നെക്ലസും അതുപോലെ തന്നെ ചെറിയൊരു ബാംഗിളും പിന്നെ ചെറിയൊരു കമ്മലായിട്ടേക്കുന്നു. ഭയങ്കര ഹെവി ജ്വല്ലറി ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വലിയ ലോങ് ചെയിൻ ഒക്കെ കൊടുക്കാം കേട്ടോ. നേരത്തെ ഞാൻ ഇട്ടില്ലേ ആ ഒരു ചെയിൻ ഇതിൽ ഭയങ്കര മാച്ച് ആയിരിക്കും. പക്ഷെ ഞാൻ രണ്ടും ഒരേപോലത്തെ ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ അത് ഇടാഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സിൻ്റെ ഒപ്പം ആ ഒരു ചെയിൻ, വലിയ ഹെവി ചെയിൻ ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പം ഇതാണ് എൻ്റെ സെക്കൻഡ് ലുക്ക്. ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ലുക്കിനെക്കാട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലുക്കാണ് കേട്ടോ. എന്തോ ഒരു പ്രത്യേക ഇഷ്ടം എനിക്ക് വന്നു. കാരണം വെച്ചാൽ ഈ റെഡ് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സ്കേർട്ടിൻ്റെ ഒപ്പം ആണെങ്കിലും ഈവൻ ആ ആപ്ലിക് വർക്ക് വന്നിട്ട് ഒരു വെൽവെറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഷെയ്ഡും ആ ഒരു വർക്കായിട്ട് ഭയങ്കര രീതിയിൽ മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ.
ഒരു ബ്ലൗസ് മീഷോന്ന് മേടിച്ചതാണ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ബ്ലൗസും ഈ ഒരു സ്കേർട്ടും ഭയങ്കര അടിപൊളിയായിട്ട് പെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഇടാൻ മടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ധാവണി പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതായത് ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ആ ഒരു സെറ്റ് മുണ്ടിന്റെ മുകളിലത്തെ ഭാഗം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സാരി പോലെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും കളർ ദുപ്പട്ട വെച്ചിട്ട് നമുക്ക് പെയർ ചെയ്യാം. പക്ഷെ എനിക്ക് ഈ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോണ്ട് കേട്ടോ ഞാൻ ഇത് രണ്ടും മാത്രമായിട്ട് ചെയ്തത്. കൂടെ ഞാൻ ദേ കുപ്പിവള ഇട്ടേക്കുന്നത്, ചുമന്ന കുപ്പിവളയും ചുമന്ന കമ്മലുമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൗസ് ആണെങ്കിലും ഞാൻ വിചാരിച്ചു മേടിച്ചപ്പോഴേക്കും ചിലപ്പോൾ നല്ലതായിരിക്കില്ല എന്ന് മേടിച്ചത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ മേടിച്ചത്. പക്ഷെ നല്ല അടിപൊളി ബ്ലൗസ്, നല്ല പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു. ആകെ ഇവിടെ കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തു. ഞാൻ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് ഈ ഒരു 2 സൈഡും. അപ്പം ഇതാണ് എൻ്റെ 3rd ഔട്ട്ഫിറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇതിന്റെ ഫുൾ ലുക്ക് എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് കേട്ടോ.